ടോപ്പിക് ലിംഫാറ്റിക് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം ലിംഫ് നോട്ട്സ്, ലിംഫ് ഗ്ലാൻഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ മെയിൻ ഫംഗ്ഷൻ എന്താ? ഇമ്മ്യൂണിറ്റി ആണല്ലേ. ഒന്ന്, നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. രണ്ട്, എന്താ, ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ഇത് വർക്ക് ചെയ്യും. ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോഡിയിൽ വരുന്ന എക്സസ് ഫ്ലൂയിഡിനെ പുറത്തോട്ട് കളയാനും അതുപോലെ ബാക്കിയുള്ള ഫ്ലൂയിഡിനെ, നീഡഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം. അപ്പോൾ അതൊരു സർക്കുലേറ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിട്ടും വർക്ക് ചെയ്യും. അതുപോലെ എന്താ, ഒരു ഇമ്മ്യൂൺ സിസ്റ്റമായിട്ടും നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യും. ഇതാ ഇപ്പോൾ ഈ പിക്ചർ നോക്കിയേ, ഇതെന്താ, ഇത് നമ്മുടെ നോർമൽ സർക്കുലേഷൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം യൂഷ്വലി നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് നടക്കുന്നത്? ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ നമ്മുടെ കാപ്പിലറീസിലാണല്ലോ എക്സ്ചേഞ്ച് നടക്കുക, ന്യൂട്രിയൻസിൻ്റെ എക്സ്ചേഞ്ച് ടുവേർഡ്സ് സെൽസും നമ്മുടെ ബ്ലഡ് സ്ട്രീമും തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? കാപ്പിലറീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കാപ്പിലറീസിനെ അവിടെ വെച്ചിട്ടായിരിക്കും നമുക്ക് നീഡഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ ബോഡി സെൽസിലേക്ക് സപ്ലൈ ചെയ്യുക. എന്നിട്ട് എക്സസ് വരുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ വേസ്റ്റ്, അതായത് ടിഷ്യൂവിന് വരുന്ന വേസ്റ്റ് ഫ്ലൂയിഡ് ഇല്ലേ, അതായത് ആവശ്യമില്ല, ബോഡിക്ക് ആവശ്യമില്ലാത്ത ഫ്ലൂയിഡിനെ, എക്സസ് വരുന്ന ഫ്ലൂയിഡിനെ എന്താ, കണ്ടോ, ഈ സർക്കുലേറ്ററി സിസ്റ്റം വഴി ഇങ്ങനെയാണ് ഇതിനെ റിമൂവ് ചെയ്യുന്നത്. ഇതുവഴി കണ്ടോ, ഇവിടെ ഓക്സിജനേറ്റഡ്, ഇവിടെ ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ്, അങ്ങനെയാണ് അതിനെ റിമൂവ് ചെയ്യുന്നത്. ഇൻ കേസ് ഇവിടെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് വരികയാണ്, ഇവിടെ നിന്ന് കംപ്ലീറ്റ് റിമൂവൽ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ സെൽസിൻ്റെ ഉള്ളിലായിട്ട് കണ്ടോ, ഈ കാണുന്നതാണ് സെൽസ്. ഇവിടെ സെൽസിൻ്റെ ഉള്ളിലായിട്ട് ടിഷ്യൂസ് കെട്ടിക്കിടക്കാൻ തുടങ്ങും. ടിഷ്യൂസ് അവിടെ ഓവർഫിൽഡ് ആവും. അങ്ങനെ വരുമ്പോൾ സെൽസിന് അവിടെ സ്വെല്ലിങ്ങും ഇൻഫ്ലമേഷനൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു എക്സസ് ഫ്ലൂയിഡ് നമ്മുടെ സെൽസിൽ വന്ന് ഓവർഫിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം. കണ്ടോ, ഇതാണ് ലിംഫാറ്റിക് സിസ്റ്റം. കണ്ടോ, ഇത് ഡയറക്റ്റ് നമ്മുടെ സെൽസിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കും. കണ്ടോ, ഇതിങ്ങനെ കണ്ടോ, ഇതൊക്കെ സെൽസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ സെൽസിൽ നിന്ന്, ഇതാണ് നമ്മുടെ ലിംഫ് നോഡ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് ആ കംപ്ലീറ്റ് സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ലിംഫ് നോഡ് അല്ലെങ്കിൽ ഗ്ലാൻഡേ കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ ബോഡിയിൽ പല പാർട്സിലായിട്ട് ഇതുപോലെ ലിംഫ് നോഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് ഉണ്ട്, പല പാർട്സിലായിട്ട്. ഇതിപ്പോൾ ഒരു പാർട്ടിൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ലിംഫാറ്റിക് സിസ്റ്റം നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡിനെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ നോക്കാം. എന്താണ് ലിംഫാറ്റിക്? എന്താ അതിൻ്റെ ഡെഫിനിഷൻ നോക്കി? ഇറ്റ്സ് എ ഡ്രെയിനേജ് സിസ്റ്റം, റിമൂവ്സ് എക്സസ് ഫ്ലൂയിഡ് ഫ്രം ബോഡി ടിഷ്യൂസ് ആൻഡ് റിട്ടേൺസ് ഇൻ ടു ബ്ലഡ് സ്ട്രീം. കണ്ടോ, ബ്ലഡ് സ്ട്രീമിലേക്ക് എങ്ങനെയാണ് അത് ടിഷ്യൂ ഫ്ലൂയിഡ് എത്തിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ലിംഫ് നോഡ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ്. ലിംഫ് നോഡിനെ തന്നെ നമ്മൾ ലിംഫ് ഗ്ലാൻഡ് എന്ന് പറയും കേട്ടോ. ഇപ്പോൾ ഞാൻ ആ പിക്ചറിൽ കാണിച്ചില്ലേ, അതാണ് ലിംഫ് നോഡ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ്. അതെങ്ങനെ ഇരിക്കുന്നത്? ഒരു ഓവൽ ഓർ ബീൻ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഏകദേശം നമ്മുടെ കിഡ്നിയുടെയൊക്കെ ഒരു സ്ട്രക്ചറാണ് അതിന്. ഇനി ലൊക്കേറ്റഡ് ത്രൂ ഔട്ട് ദ ബോഡി. ഇതാ നമ്മളിവിടെ കണ്ടത് ഒരു ലിംഫ് നോഡ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് ആണ്. ഇതിങ്ങനെ ഒരു സ്ഥലത്തല്ല, നമ്മുടെ ബോഡിയുടെ പല സ്ഥലത്തായിട്ട് ഇതിങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇതിപ്പോൾ ഒരു ചെറിയ ഏരിയയിൽ കാണിച്ചിരിക്കുന്നതാണ്. ഇതുപോലെ കണ്ടോ, അത് കണ്ടത്, ഇതൊക്കെ ലിംഫ് നോഡ്സ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് ആണ്. ഇതിങ്ങനെ പല ഏരിയാസിൽ, നമ്മുടെ ബോഡിയുടെ പല ഏരിയാസിലായിട്ട്, ഇതിപ്പം തൊറാസിക് ഏരിയ, ഡയഫ്രമാറ്റിക് ഏരിയ, അബ്ഡോമിനൽ ഏരിയയിലേക്കുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ബോഡിയുടെ പല ഏരിയയിലായിട്ട് നമുക്ക് ഇതൊക്കെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് അതാണ് ലിംഫ് നോഡ് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചറാണ്. നമുക്ക് അത് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിനി എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കാം. നോക്കിയേ, ഇൻ കേസ് ഓഫ് ഇൻഫെക്ഷൻസ് വി ക്യാൻ പാൽപേറ്റ് ഇറ്റ് ഓർ ക്യാൻ ബി സീൻ സൂപ്പർഫിഷ്യലി. കാരണം നമുക്കറിയാം ലിംഫ് നോഡായിരിക്കും എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ സ്വെല്ലായിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ ഉള്ളിലേക്കുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ലിംഫ് നോഡിന് അല്ലെങ്കിൽ ലിംഫ് ഗ്ലാൻഡിന് പറ്റും. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഈ നീർക്കെട്ടൊക്കെ വരില്ലേ, എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ മാക്സിലറി ഏരിയയിലൊക്കെ ഉള്ള ലിംഫ് നോഡ് പാൽപേറ്റ് ചെയ്ത് നോക്കി, അതിങ്ങനെ കുറച്ച് വീർത്തിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നീർക്കെട്ടൊക്കെ കയറുമ്പോൾ. അതൊക്കെ ലിംഫ് നോഡ് എൻലാർജ്മെൻ്റ് ആണ്. നമുക്ക് അങ്ങനെ ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ എൻലാർജ്മെൻറ്റ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് ഇൻഫെക്ഷൻസ് വി ക്യാൻ പാൽപേറ്റ് ഇറ്റ് ഓർ ക്യാൻ ബി സീൻ സൂപ്പർഫിഷ്യലി. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ മാത്രം നമുക്കത് സൂപ്പർഫിഷ്യലി പാൽപേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തപ്പോൾ അത് പാൽപ്പബിൾ ആയിരിക്കില്ല. ഇപ്പോഴൊക്കെ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് അങ്ങനെ പാൽപ്പബിൾ ആയിട്ട് ഇരിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വരുമ്പോൾ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പാൽപ്പബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നെക്സ്റ്റ് വരുന്നത് വാൽഡേഴ്സ് റിംഗ് ആണ്. വാൽഡേഴ്സ് റിങ്ങിനെ തന്നെ നമുക്ക് ടോൺസില്ലാർ റിംഗ് അല്ലെങ്കിൽ ഫാരിഞ്ചൽ ലിംഫോയിഡ് റിംഗ്, വാൽഡേഴ്സ് ലിംഫാറ്റിക് റിംഗ് എന്ന് പറയും. കാരണം ഇത് വരുന്നത് ഫാരിൻസിലാണ്, അതുകൊണ്ടാണ് ഫാരിഞ്ചൽ ലിംഫോയിഡ് റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാൽഡേഴ്സ് ടോൺസില്ലാർ റിംഗ് അല്ലെങ്കിൽ ഫാരിഞ്ചൽ ലിംഫോയിഡ് റിംഗ്. കാരണം ഇതൊക്കെ ടോൺസിൽസ് ആണ്, ഇങ്ങനെ എന്താ പറയുക, ടോൺസില്ലാർ ലിംഫ് നോഡ്സ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ടോൺസില്ലാർ റിംഗ് എന്നും പറയണേ കേട്ടോ. എന്താണ് ഇനി വാൽഡേഴ്സ് ടോൺസില്ലാർ റിംഗ് നോക്കാം.
ദിസ് ഈസ് എ റിംഗ് അറേഞ്ച്മെൻറ്റ് ഓഫ് ലിംഫോയിഡ് ഓർഗൻസ് ഇൻ ദ ഫാരിങ്സ്. അതായത് ഫാരിങ്സിൽ ലിംഫോയിഡ് ഓർഗൻസിനെ അല്ലെങ്കിൽ ലിംഫ് നോട്ട്സിനെ റിംഗ് ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ വാൽഡേഴ്സ് റിംഗ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഓരോ കണ്ടോ ടോൺസില്ലാർ ലിംഫ് നോട്ട്സ് ആണ്. ഇതെല്ലാം നമ്മുടെ ഫാരിങ്സിൻ്റെ ഏരിയയിൽ റിംഗ് ഷേപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. കണ്ടോ, ഇതൊരു റിംഗ് ഷേപ്പ് അല്ലേ? അപ്പോൾ ആ റിംഗ് ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിന് ടോൺസില്ലാർ അല്ലെങ്കിൽ വാൽഡേഴ്സ് ടോൺസില്ലാർ റിംഗ് എന്ന് പറയുന്നത്. അത് എത്ര ടൈപ്പ് ഉണ്ട് നോക്കിയേ. ഒരു നെയ്സോഫാരിഞ്ചൽ ടോൺസിലുണ്ട്. ഓക്കെ, അത് നമ്മുടെ നെയ്സോഫാരിങ്സിൻ്റെ അവിടെയായിട്ട് വരും കേട്ടോ. പിന്നെ ഒരു ലിംഗൽ ടോൺസിൽ. ലിംഗൽ ടോൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്ക്, ഇവിടെയല്ല നമ്മുടെ ടങ്ക് തന്നെ, ടങ്കിൻ്റെ ബാക്കിലായിട്ടാണ് ഏത് വരുന്നത്? ലിംഗൽ ടോൺസിൽ. പിന്നെ ഉള്ളതാണ് 2 ട്യൂബൽ ടോൺസിലും 2 പാലറ്റൈൻ ടോൺസിലും. ട്യൂബൽ ടോൺസിലും പാലറ്റൈൻ ടോൺസിലും 2 ഈച്ച് ഉണ്ട്. ഓക്കെ, അത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. നെയ്സോഫാരിഞ്ചലും ലിംഗലും മാത്രം ഓരോന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഫാരിങ്സിൻ്റെ അവിടെ വരുന്നതുകൊണ്ടാണ് ഇതിന് വാൽഡേഴ്സ് ടോൺസില്ലർ റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, സറൗണ്ട്സ് നെയ്സോ ആൻഡ് ഓറോഫാരിങ്സ്. അത് അഗെയിൻ പറയണ്ടല്ലോ, നമ്മുടെ നെയ്സോഫാരിങ്സ് ഓറോഫാരിങ്സിനെ സറൗണ്ട് ചെയ്താണ് അത് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ നോക്കാം. ഫാരിഞ്ചൽ ടോൺസിൽ അതെവിടെ ഇരിക്കുന്നത്? റൂട്ട് ഓഫ് നെയ്സോഫാരിങ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ റൂട്ട് ഓഫ് നെയ്സോഫാരിങ്സ്, ഇത് കണ്ടോ, ഇതാണ് ഫാരിഞ്ചൽ ടോൺസിൽ അല്ലെങ്കിൽ നെയ്സോഫാരിഞ്ചൽ ടോൺസിൽ, രണ്ടും പറയാട്ടോ. അത് എവിടെ ഇരിക്കുന്ന? റൂട്ട് ഓഫ് എവിടെ? നെയ്സോഫാരിങ്സ്. നെയ്സോഫാരിങ്സിൻ്റെ റൂട്ടിലായിട്ടാണ് അത് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ട്യൂബൽ ടോൺസിൽ ഓൺ ഈച്ച് സൈഡ് വെയർ ഈച്ച് ഓഡിറ്ററി ട്യൂബ് ഓപ്പൺസ് ഇൻ ടു നെയ്സോഫാരിങ്. നെക്സ്റ്റ് ട്യൂബൽ ആണ്. ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? ട്യൂബൽ നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലേ? നമ്മുടെ ഇയറിൻ്റെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എൻഡ് ചെയ്യുന്നിടത്താണ് ഏതിരിക്കുന്നത്? 2 യൂസ്റ്റേഷ്യൻ ട്യൂബ് എൻഡ് ചെയ്യില്ല 2 ഇയറിൽ നിന്നും. അത് എൻഡ് ചെയ്യുന്നിടത്താണ് ട്യൂബൽ ടോൺസിൽ ഇരിക്കുന്നത്. പേര് വെച്ച് ഓർത്താൽ മതി. നെയ്സോഫാരിംഗൽ ടോൺസിൽ അല്ലെങ്കിൽ ഫാരിഞ്ചൽ ടോൺസിൽ എന്ന് പറയുമ്പോൾ തന്നെ നെയ്സോഫാരിങ്സിൻ്റെ താഴെയായിട്ട്. ഇനി ട്യൂബൽ എന്ന് പറയുമ്പോൾ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ 2 സൈഡിലായിട്ട്. ഇനി അത് പിന്നെ ട്യൂബൽ നമ്മൾ പറഞ്ഞു ട്യൂബലും പാലറ്റൈനും 2 എണ്ണം വെച്ചിട്ടുണ്ടെന്ന്. ഇനി പാലറ്റൈൻ ടോൺസിലോ അത് നമ്മുടെ ഓറോഫാരിങ്സിൻ്റെ കറക്റ്റ് അവിടെയായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് നെയ്സോഫാരിങ്സ് ഓറോഫാരിങ്സ് തിരിച്ചിട്ടില്ലേ? കറക്റ്റ് ഓറോഫാരിങ്സിൻ്റെ അവിടെ. പിന്നെ ലിംഗൽ നമ്മൾ പറഞ്ഞു എഗെയിൻ ബാക്ക് ഓഫ് ദ ടങ്ങിൻ്റെ അവിടെ വരെയാണ്. ഓക്കെ, ഇനി പിക്ചർ ഒന്നുകൂടെ നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്ന ഒരു ലിംഫ് നോഡാണ് സിസ്റ്റേണ കൈല എന്ന് പറയുന്നത്. സിസ്റ്റേണ കൈല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലിംഫാറ്റിക് സാക്ക്, ഒരു ലിംഫ് നോഡാണ്, ബട്ട് അതൊരു സാക്ക് ലൈക്ക് ആണ് ഇരിക്കുന്നത്. അത് നമ്മുടെ തൊറാസിക് ഡക്റ്റിൻ്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. നോക്കിയേ, കണ്ടോ, ഇത് നമ്മുടെ തൊറാസിക് ഡക്റ്റ്. ഈ തൊറാസിക് ഡക്റ്റിൻ്റെ ലോവർ എൻഡിൽ കണ്ടോ, ഇവിടെയാണ് സിസ്റ്റേണ കൈല ഇരിക്കുന്നത്. ഇത് നോക്കൂ, ഇതൊരു സാക്ക് ലൈക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സിസ്റ്റേണ കൈല എന്ന് പറയുന്നത്. സോ ഡയലേറ്റഡ് ലിംഫാറ്റിക് സാക്ക് അറ്റ് ലോവർ എൻഡ് ഓഫ് തൊറാസിക് ഡക്ട്. ഓക്കെ, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? കളക്ട് ലിംഫാറ്റിക്സ് ഫ്രം ദ ലോവർ എക്സ്ട്രിമിറ്റീസ്. താഴേന്ന് നമ്മുടെ ലോവർ ലെഗിൽ നിന്നും ലോവർ എക്സ്ട്രിമിറ്റിയിൽ നിന്നൊക്കെ ഉള്ള ലിംഫാറ്റിക്സ്, അതായത് ലിംഫാറ്റിക് ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യുന്നതാണ് സിസ്റ്റേണ കൈലയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ലിംഫ് നോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് വാൽഡേഴ്സ് റിംഗ് ആണ് കേട്ടോ. പിന്നെ ലിംഫ് നോഡിൻ്റെ സ്ട്രക്ചറും. അപ്പോൾ ഇത്രയാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്.